ഹായ് ഹലോ, ഇന്നൊരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞാനും ഉമ്മയും പിന്നെ എൻ്റെ ഇക്കാൻ്റെ വൈഫും മോളും കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോവുക. ഉമ്മാക്ക് ചെറിയൊരു ബാക്ക് പെയിൻ ഉണ്ട്, അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും കൂടെ. മോളോട് വീഡിയോ എടുക്കുന്നതിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞത് ഓർമ്മയുള്ളൂ. പിന്നെ അവളുടെ ഓരോ കലാപരിപാടികളായിരുന്നു, തെറ്റിപ്പോയതാണ്. പിന്നെ അതിനിടയ്ക്ക് നമ്മളൊരു ജാഥയൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. എന്നും എല്ലാ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ എടുക്കുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗം എടുക്കാൻ മറക്കും, പക്ഷേ ഇപ്രാവശ്യം അത് ഓർത്ത് വെച്ചെടുത്താണ്. അങ്ങനെ നമ്മൾ കൗണ്ടറിൽ പോയിട്ട് ചീട്ടെല്ലാം എടുത്ത് പിന്നെ സ്റ്റെപ്പ് കയറാനുള്ള മടി കൊണ്ട് പിന്നെ ഉമ്മാക്ക് നല്ല ബാക്ക് പെയിൻ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലിഫ്റ്റ് കയറാൻ നിന്ന്. മുന്നിൽ എൻ്റെ മോള് പുറപ്പെട്ട് നിൽക്കുന്നുണ്ട്, അവൾക്ക് നല്ല ഇഷ്ടമാണ് ലിഫ്റ്റ് കയറാൻ. ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ലിഫ്റ്റ് കയറുക ഇറങ്ങുക തന്നെയാവും പണി. പിന്നെ എനിക്ക് പേടിയാണ്, കറണ്ട് എങ്ങാനും പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കായി നിൽക്കുകയല്ലേ, അതുകൊണ്ട് ടെൻഷനായിട്ട് പരമാവധി ഞാൻ അവളെ ഒഴിവാക്കും. അങ്ങനെ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ഡോക്ടറല്ലേ. അവിടെ ചെന്നപ്പോൾ എൻ്റെ പൊന്നോ നല്ല തിരക്കാണ്. 4:45 വരാൻ പറഞ്ഞാൽ നമ്മൾ 4:30 ചെന്നു. 31 ടോക്കൺ കിട്ടിയത്. പക്ഷേ നമ്മളവിടെ എത്തിയപ്പോൾ 4:45 സമയമായി ഉണ്ടായിരുന്നു, 3ാമത്തെ ടോക്കണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് മോളാകെ മടുത്തു പോയി. മോളപ്പോൾ അങ്ങനെ തന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസും കുടിച്ച് വേഗം തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഡോക്ടറെ അടുത്ത് കയറാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 4:30 വന്നതാണ് കേട്ടോ. അത് നോക്കണം, ഒരു 5:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമുക്ക് കാണിക്കേണ്ട സമയമായപ്പോൾ. പിന്നെ ഉമ്മ കാണിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ ടെസ്റ്റിന് എഴുതി. ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു CT സ്കാനും എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മയും എൻ്റെ വൈഫും കൂടെ ആ ടെസ്റ്റിൻ്റെ കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ മോൾ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വന്നാൽ ലാബിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഓളെ ഈ അക്വേറിയത്തിൻ്റെ അടുത്തുനിന്ന് മാറ്റാൻ പറ്റില്ല. ഓൾ അവിടെ ഉണ്ടാവും, ഓൾ വേറെ എങ്ങോട്ടും പോകുകയില്ല. കാരണം അവൾക്ക് നല്ല ഇഷ്ടമാണ് കണ്ടു നിൽക്കാൻ. അതിലത്തെ ആ കളറുകളെല്ലാം കൂടെയാണ് തോന്നുന്നു. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ മീനിങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അപ്പുറത്തേക്ക് വരും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് കളിക്കാൻ നല്ല ഇഷ്ടമാണ്. അതെല്ലാം കഴിഞ്ഞ് ഉമ്മാക്ക് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ ഉമ്മാൻ്റെ എക്സ്പ്രഷൻസ് കണ്ടിട്ട് ന്യൂമാകെ സ്തംഭിച്ച് നിന്നു പോയി എന്ന് പറയാം. അതിനിടയ്ക്ക് ഓള് പറഞ്ഞ് ആശ്വസിപ്പിക്കുക, പോട്ടെ സാരില്ല, ഞാനില്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നെന്നുള്ളൊരു ഇതിൽ. അങ്ങനെ പക്ഷെ ഉമ്മാക്ക് അവിടെ കുത്തിയപ്പോൾ ബ്ലഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഒന്ന് കുത്തി പിന്നെയും മാറ്റി കുത്തിയിട്ടൊക്കെയാണ് കിട്ടിയത്. ഉമ്മ സാധാരണ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് പറയും, ഇനി എത്ര കുത്ത് കിട്ടാനുള്ളതാ. ഞങ്ങളതും പറഞ്ഞ് ഉമ്മനെ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ കുത്തിൻ്റെ ക്ഷീണം മാറ്റാനും ഞങ്ങൾക്ക് നിന്നതിൻ്റെ ക്ഷീണം മാറ്റാനും ഞങ്ങൾ നേരെ ഒരു ചായ കുടിക്കാനായിട്ട് അങ്ങ് പോയിട്ടോ. അങ്ങനെ ഞാൻ ജ്യൂസും കുടിച്ച് അവർ രണ്ടാളും ചായയും കട്ട്ലേറ്റും ഒക്കെ കഴിച്ചു കേട്ടോ. ഞാനും കട്ട്ലേറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ലേറ്റായിരുന്നു, ഹോസ്പിറ്റലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് പോയപ്പോൾ. നമ്മൾ 4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. തിരിച്ച് നമ്മൾ വീട്ടിലെത്തുന്നത് രാത്രി ഒരു 8 മണി 8:30 ആയ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.